അമ്മേ. ഹലോ, പുതിയ വീഡിയോയിലേക്ക് ഇതാരാ വന്ന നിച്ചുട്ടി? സർപ്രൈസ് ആയിട്ട് വന്നതാണല്ലേ? പറഞ്ഞില്ല. അപ്പൊ മാളി ചേച്ചി വന്ന സന്തോഷത്തിലാണ് ഒരാള്. നമ്മള് രാവിലെ ചായയെല്ലാം കുടിച്ച് നിച്ചുട്ടിനെ അങ്കൻവാടിയിൽ വിടാൻ ചടപടാ കുളിപ്പിച്ച് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കൊടുത്ത് നിക്കുമ്പോണ്ട് സർപ്രൈസ് ആയിട്ട് മാളി ചേച്ചി പൊന്നോട്ടനും വെല്ലിച്ചനും എല്ലാരും വരുന്നല്ലേ. അതോടെ നീച്ചു അവിടെ സ്റ്റോപ്പ് ആക്കി. ഇന്ന് അങ്കൻവാടി പോകുന്നില്ല കളിക്കാൻ വേണ്ടിട്ട്, പറഞ്ഞിട്ടേ ഇല്ല, സർപ്രൈസ് ആയിട്ട് വന്നതാണ്. അപ്പൊ ഇതാ ഇന്ന് ഫുള്ള് കളിയിലാണ്. ചായയെല്ലാം കുടിച്ച് അതിന്റെ കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമെന്ന്. 11 മണി ആയിട്ടുണ്ട് സമയം. ഏട്ടനേച്ചിയും കൂടെ ഒന്ന് പുറത്തു പോയിട്ടുണ്ട്, പിള്ളേർ റെഡിയുണ്ട്. അപ്പൊ കുറെ ആയില്ല ഇവരെല്ലാരും കണ്ടിട്ട് വീഡിയോയിൽ. നമ്മൾ അന്ന് അങ്ങോട്ട് പോയപ്പോ കണ്ടതല്ലേ ഉള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാൽ പെട്ടെന്നൊരു വ്ളോഗ് എടുക്കാന്ന് വിചാരിച്ചു. അതിനെ തിന്ന് അതൊക്കെ സ്വർഗം കിട്ടിയ സന്തോഷാന്നേ. നിച്ചോ നിച്ചോട്ടി വിളിക്കുന്നൊന്നും കേൾക്കുന്നേ. നിച്ചോ അങ്കൻവാടി പോവാ? നാളെ ഡാൻസ് അല്ലേ? ഇപ്പോഴത്തെ റുട്ടീനിലെല്ലാം കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പൊ രാവിലെ തന്നെ കുളിക്കും. നിച്ചുട്ടി അങ്കൻവാടി പോയിട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് ഫ്രീ ആയല്ല. പിന്നെ ഫിഷൊക്കെ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് വെച്ചിട്ട് അപ്പൊ തന്നെ കുളിക്കും. അപ്പൊ തന്നെ സമാധാനാണ്. ഞാൻ കുറച്ച് ഉപ്പുമാവ് കഴിക്കുന്നത്. ഇതാ ചേച്ചി വരുമ്പോൾ കൊണ്ടുവന്നെയാണ്. അവര് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിലാക്കി പെട്ടെന്നാന്നോലും ഏട്ടൻ പറയും നമുക്കൊന്ന് പോയിട്ട് വരാമെന്ന്. SLC പരീക്ഷ ആയതുകൊണ്ട്, മോഡൽ എക്സാം ആയതുകൊണ്ട് പൊന്നിന് സ്കൂളൊന്നുമില്ല. അതുകൊണ്ട് അങ്ങനെ പോയിട്ട് വരാണ്ട് പെട്ടെന്ന് റെഡി ആയതാണ്. അപ്പൊ അവര് ബ്രേക്ക്ഫാസ്റ്റ് ആക്കി കഴിച്ചിട്ടില്ല, അത് എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വന്ന്. അതുകൊണ്ട് കുറച്ച് ഉപ്പുമാവ് കഴിക്കാന്ന് വെച്ചു. അപ്പൊ പെട്ടെന്ന് കണ്ടപ്പോ സന്തോഷമായി. കാണാണ്ട് കണ്ട്. ഈ ആഴ്ച ഹോമിയോയില് വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിനെ. പക്ഷെ ഇങ്ങോട്ട് വരാൻ സമയം ഉണ്ടാവൂല എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ടായി. അപ്പൊ ഇന്ന് ഫ്രീ കിട്ടിയപ്പം ചുളൂലങ്ങനെ വന്നതാണ്. അമ്മ ഇതാ ഉള്ളിത്തണ്ട് വറുത്ത് വെച്ചിട്ടുണ്ട്. സ്പ്രിംഗ് ഒനിയൻ ഉണ്ടല്ലോ അത്. എന്റെ വീട്ടിലൊന്നും ഇത് അധികം ഞാൻ കഴിച്ചിട്ടേ ഇല്ല കേട്ടോ. ഇവിടെ വന്നേ പിന്നെ ആദ്യമായിട്ട് കഴിച്ചേ. പക്ഷെ ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പൊ 3-4 വട്ടമായി കഴിക്കുന്നേ. ഉള്ളിത്തണ്ട് വറവ്. അമ്മേന്റെ സാമ്പാർ ഇതാ ഇവിടെ തിളച്ചോണ്ടിരിക്കുന്നുണ്ട്. അമ്മ ഇപ്പൊ പുതിയ ടൈപ്പിലാ സാമ്പാർ ആക്കല്, വറുത്തരക്കാതെ ആക്കുന്നത്. പക്ഷെ നല്ല ടേസ്റ്റ് ആണ്. ഇതാ കൂടുതൽ ടേസ്റ്റ് തോന്നുന്നു ഇപ്പൊ. അതുകൊണ്ട് ഇങ്ങനെ തന്നെ ആക്കല്. ഞാനിവിടെ ഏട്ടനൊരു ചായ വെക്കുമെന്ന്. ആ സമയം കൊണ്ട് ഞാനൊന്ന് വേഗം മീൻകറി ആക്കാമെന്ന് വിചാരിച്ചേ. രാവിലെ മീനേട്ടൻ വന്നപ്പം അയില വാങ്ങി വെച്ചിട്ടുണ്ടായിനി. അപ്പോൾ ഉച്ചയാകുമ്പോഴേക്ക് ഏട്ടന് വെച്ചെല്ലാം ഫുഡ് കഴിക്കാനാകുമ്പോഴേക്ക് എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിനി. അപ്പോൾ വേഗം ഫിഷ് കറിയും കൂടെ ആക്കി വെക്കാം. തേങ്ങയിൽ അരച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ അയിലക്കറി അവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് അമ്മ ഇതാ കയ്പക്ക ഫ്രൈ ആക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളിങ്ങനെ ആക്കലുണ്ടോ? മീൻ ഫ്രൈ എല്ലാം ആക്കുന്ന പോലെ എല്ലാം പുരട്ടി വെച്ചിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ലോണം കുഴഞ്ഞു വന്നാൽ നല്ല ടേസ്റ്റാണ്. അപ്പോഴേക്കും എല്ലാവരും എത്തിയിട്ടുണ്ടായിനി. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പൊന്നോട്ടനുണ്ട്. പൊന്നോട്ടൻ ഓൾറെഡി കഴിച്ചു. നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ട് ഫുഡെല്ലാം കഴിക്കട്ടെ. കുറേ നേരം വർത്താനം പറഞ്ഞ് ഇരിക്കുന്നുണ്ട്. ഹറിബറി ആയിപ്പോയി ഇന്ന്. അവർ വന്ന് അപ്പം തന്നെ പോവുകയും ചെയ്തല്ലോ. അപ്പോൾ വേഗം ഫുഡ് കഴിക്കട്ടെ. വരുന്നതിന് പൊന്ന് പാവിയും പിടിച്ചിരിക്കും. എന്തുണ്ട് പൊന്നേട്ട വിശേഷം? എപ്പോ പരീക്ഷ തുടങ്ങുന്നു? തിങ്കളാഴ്ച. അതെയാ? പഠിച്ചു കഴിഞ്ഞാ? ഏകദേശം. അതെയാ? എപ്പാന്ന് പറഞ്ഞാള്? മാർച്ച് അടുത്ത മാസം. അതെയാ? എന്നാ ഗിഫ്റ്റ് വേണ്ട? അമ്മേ അപ്പുറത്തെ കൈ കേട്ടാനാ? ഹലോ പൊന്നിന് ഒരു സ്മാർട്ട് വാച്ച് മേടിച്ചിട്ടുണ്ടായിനെ. അത് കൊടുത്തു തന്നു. കുറേ നാളായി പറയുന്നത് എനിക്ക് സ്മാർട്ട് വാച്ച് വേണമെന്ന് പറഞ്ഞിട്ട് നടക്കുന്നുണ്ടായിനെ. അപ്പോൾ ഇന്നാളെ മേടിച്ച് വെച്ചിട്ടുണ്ടായിനെ. ഇവരെപ്പാ വരുന്നതെന്ന് അറിയില്ലല്ലോ. അവിടെ വരുമ്പം എനിക്ക് കാണുമ്പോൾ കൊടുക്കാന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ അത് കൊടുത്ത് ഭയങ്കര സന്തോഷമായിട്ടോ. അവൻ ആഗ്രഹിച്ച സാധനം നമുക്ക് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ. അപ്പോൾ ഇതാ എല്ലാവരും കൊണ്ട് കാണിച്ചോണ്ട് നടക്കുന്നുണ്ട്. പൊന്നു വരുത്തുന്നത് മറ്റേ നാഗവല്ലേ? അയ്യോ നാഗവടം മറ്റേ മാങ്ങാമാല ഓരോന്നൊക്കെ പൊന്നു ഒന്നും തിരിയുന്നില്ല. ഞാൻ ശരിയാക്കി തരാം. പൊന്നുകൊണ്ടാ
2 ദിവസം മാളവിന് കേട്ടാൻ കൊടുക്കണേ. പിന്നെ 2 ദിവസം നമ്മൾ ഇങ്ങനത്തെ പുതിയ നോൺ സ്റ്റിക് പാത്രത്തിൽ മേടിച്ചാലുണ്ടല്ലോ, ഇതിന്റെ സ്റ്റിക്കർ പറിക്കാൻ വേണ്ടിട്ട് ഇതണ്ട എല്ലാവർക്കും അറിയുന്ന തന്നെ ആയിരിക്കും. എന്നാലും നമ്മൾ ഇട്ടിട്ട് മറ്റേ ഇതിനെ കൊണ്ടെല്ലാം വരച്ചു കഴിഞ്ഞാല് ഇങ്ങനെ കലവല്ലേ, ജസ്റ്റ് ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞു വരും കേട്ടോ. ആർക്കും ഒരാൾക്ക് അറിയില്ലെങ്കിൽ അതൊരു ഉപകാരമില്ലേ, അതുകൊണ്ട് പറഞ്ഞേ ഉള്ളേ. അപ്പൊ നമ്മൾ ഇന്നാള് മേടിച്ച പാത്രം ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടില്ല. അപ്പൊ ഇന്നെന്തായാലും അതിന്റെ ഉദ്ഘാടനം ചെയ്യാന്ന് വിചാരിച്ചു. വൈകുന്നേരത്തെ ചായക്ക് ഉണ്ടല്ലോ എന്താ ഉണ്ടാക്കണ്ടേ നോക്കി നടന്ന. അപ്പൊ പഴമുണ്ട്, നേന്ത്രപ്പഴം. അപ്പൊ ഞാൻ വിചാരിച്ചു കായ്പോളെ ആക്കാന്ന് വെച്ചിട്ട് പഴമെടുത്ത് വരുമ്പോൾ നിച്ചൂട്ടി പറഞ്ഞു എനിക്ക് പഴംപൊരിയാണ് വേണ്ടേ. അപ്പം മാളു ചേച്ചി പറഞ്ഞു എനിക്കും പഴംപൊരിയാണ് വേണ്ടേ. പിന്നെ വെറുതെ കായ്പോളയിലാക്കിയിട്ട് എന്നാ കാര്യം എന്ന് വെച്ചിട്ട് ഞാൻ പഴംപൊരിക്ക് മുറിച്ച് വെച്ച് ബാറ്ററെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഗ്യാസിൻ്റെ അടുത്ത് കുറേ നേരം നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഏച്ചി അത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ചായക്ക് പഴംപൊരി ആയിക്കോട്ടെ എന്ന് വെച്ചു. പഴമെല്ലാം കട്ട് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. അമ്മയുടെ പയറ് മുറുക്കിയതിന് രാത്രിക്ക് വേണ്ടിയിട്ടാണ്. രാത്രി ഏതായാലും ചോറന്നാക്കുക, ഉച്ചക്കത്തെ കറിയെല്ലാം ബാക്കിയുണ്ട് അത്രേ. അപ്പോൾ വീണ്ടും നമ്മൾ ചപ്പാത്തിയെല്ലാം ആക്കി കഴിഞ്ഞാൽ അത് ബാക്കിയാവുമല്ലോ, അതുകൊണ്ട് ചോറന്നാക്കാന്ന് പറഞ്ഞിട്ട് അമ്മ പയറിന് മുറിച്ച് വെക്കുകയാണ്, പയറ് വറവിന് മുറിച്ച് വെക്കുകയാണ്. അപ്പോൾ നമ്മളെ പഴംപൊരിയെല്ലാം ഇതാ ഇവിടെ സെറ്റായി വരുന്നുണ്ട്. കുഞ്ഞി പഴംപൊരിയാണ് ആക്കിയത്. ഇനി വേഗം എല്ലാവരും കൂടെ ചായ എല്ലാം കുടിക്കട്ടെ, എന്നിട്ട് നമുക്ക് ഒരു സ്ഥലം വരെ പോവാനുണ്ട്. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ടേ ചേച്ചി ഓടി. നമ്മളെ വീട്ടിന്റെ അടുത്തുണ്ടല്ല ഗ്രാമോത്സവം പരിപാടി ഉണ്ട്, പഞ്ചായത്തിന്റെ പരിപാടിയാണ്, ഗവൺമെന്റിന്റെ 5 ദിവസത്തെ പരിപാടി. ഇത്രയും വലിയ ആഘോഷം നടക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പോയിട്ടേക്ക് മോശമല്ലേ. ഓരോ ദിവസം ഓരോ പരിപാടി ഉണ്ട്. ഒരു ദിവസം അംഗനവാടി കുട്ടികളെ, ഒരു ദിവസം കുടുംബശ്രീ പെണ്ണുങ്ങന്മാരെ പരിപാടി, ഭിന്നശേഷി കുട്ടികളെ പരിപാടി, വയോജനങ്ങളെ പരിപാടി, അങ്ങനെ ഓരോ ദിവസം ഓരോ പരിപാടി. രാത്രിയാകുമ്പോൾ എന്തെല്ലോ ഇവന്റ്സ് ഉണ്ട്. അപ്പൊ നമ്മള് ഇന്നലെ പോയിട്ടുണ്ടായി. ഇന്നലെ നാടൻ പാട്ടും പിന്നെ കുറച്ച് ഗാനമേളയിലുണ്ടായി. ഇന്ന് മെഗാ ഗാനമേളയാണ്. സ്റ്റാർ സിംഗറിലുണ്ടായ പല്ലവി രതീഷും എല്ലാം കൂടി, രതീഷേട്ടനും എല്ലാം കൂടിയിട്ടുള്ള പരിപാടി. അപ്പൊ അതിന് കേൾക്കാൻ വേണ്ടി ജസ്റ്റ് പോവുകയെന്നെ. നാളെ നിച്ചുട്ടിന്റെ ഡാൻസ് എല്ലാം ഉണ്ട്, നാളെയാണ് ലാസ്റ്റ് ഡേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാരും കൂടെ റെഡി ആയിട്ട് ഇറങ്ങുവാന്ന്. പ്രമോട്ടർ ഇറങ്ങട്ടെ, മേലെ പോയിട്ടുണ്ട്. എല്ലാവരും കൂടെ റെഡി ആയിട്ട് ഇതാ ഇറങ്ങിയിട്ടുണ്ട്. ഇവരും കൂടി ഉണ്ടായതുകൊണ്ട് ഡബിൾ ഹാപ്പിയായി. എല്ലാവരും കൂടെ ഒരു പരിപാടിയെല്ലാം കാണാൻ പോകുമ്പോൾ നല്ല രസമല്ലേ. അപ്പോൾ ഇതാ എല്ലാവരും കൂടെ ഇറങ്ങുകയാണ്. അവിടെ എത്തുമ്പോഴേക്ക് സാംസ്കാരിക സമ്മേളനം ഉണ്ടായ കാഞ്ഞങ്ങാട് രാമേന്ദ്ര മാഷാന്ന് ഉദ്ഘാടനം. പിന്നെ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് നമ്മുടെ സിനിമാ നടൻ, നമ്മുടെ ഒരു ജാതി ജാതകത്തിലും അതുപോലെ ഗുരുവായൂർ അമ്പലനടയിൽ എന്നാത്താൻ കേസുകൂട് ആ സിനിമയിലൊക്കെ ഉള്ളവരുണ്ടല്ലോ, അവരാണ്. നല്ല രസമുണ്ടായിരുന്നു. അവരുടെ പ്രസംഗം കേട്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറേ നേരം ചിരിച്ചിരുന്നു പോയി. അതിനുശേഷം ഗാനമേള തുടങ്ങി. പാടിയില്ലെങ്കിൽ ഓൺ ദ സ്പോട്ട് പറയും രതീഷേ പാടണോ മറ്റേ പാട്ടെന്ന് പറയും. നേരെ മറിച്ച് മറ്റു സ്ഥലത്താണെങ്കിൽ ഈ കുഴപ്പമൊന്നുമില്ല, ഭയങ്കര റെസ്പെക്റ്റ് ഒക്കെ കിട്ടും. ഇവിടെ ഗാനമേളക്ക് സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് സ്റ്റാർ സിംഗർ, മഞ്ജു സ്റ്റാർ സിംഗറിൽ വിന്നറായിട്ടുണ്ടായ പല്ലവി രതീഷും പല്ലവിയുടെ അച്ഛൻ രതീഷേട്ടൻ അവരാണ് ഉണ്ടായത്. അടിപൊളി ഗാനമേളായിരുന്നു, ഒന്നും പറയാനില്ല. എന്ത് രസമാണെന്നറിയാം. ഇവരെ മുന്നേ അറിയാം കേട്ടോ, പേഴ്സണലി പരിചയമുണ്ട്. അമ്മയ്ക്കും നല്ല പരിചയമുണ്ട്. അമ്മേൻ്റെ സ്കൂളിലെല്ലാം സ്ഥിരം വരുന്നതാണ്. ഈ രതീഷേട്ടൻ നമ്മുടെ പാപ്പിനിശ്ശേരിക്കാരനാണ് ആക്ച്വലി. ഇപ്പോൾ അവർ വീട് വെച്ചിട്ട് വേറെ താമസിക്കുന്നതേ ഉള്ളൂ. പല്ലവി മോളായാലും എല്ലാം നല്ല രസമായിട്ട് പാടിയിട്ട് എന്ത് ഭംഗിയാണ്. ലൈവ് പെർഫോമൻസ് കാണുന്ന ആദ്യമായിട്ടാണ്. നമ്മൾ കുറേ നേരം ഒരു 10-12 പാട്ടോളം കേട്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ 10 മണിയെല്ലാം ആയപ്പോൾ പോവാന്ന് പറഞ്ഞിട്ട് ഇറങ്ങി. നമ്മളെ പഞ്ചായത്ത് മൊത്തം ഇങ്ങനെ ഡെക്കറേഷൻ ആക്കിയിട്ടുണ്ട് കേട്ടോ, ഫുള്ള് ലൈറ്റും അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ വെച്ചിട്ട്. അവിടെ ഫുള്ള് ഒരു ഉത്സവം പോലെയാണ് ഇപ്പോൾ പാപ്പിനിശ്ശേരിക്കാർക്ക് ആ ഒരു 5 ദിവസം ഉണ്ടായിരുന്നേ. അപ്പം ഇനി വേഗം വീട്ടിലേക്ക് പോയിട്ട് കിടന്നുറങ്ങട്ടെ, എനിക്ക് നാളെ കാണാം. അമ്മ ഇന്നലത്തെ പരിപാടി എങ്ങനെ ഉണ്ടായിനി? സൂപ്പറല്ലേ, അടിപൊളിയല്ലേ? അടിപൊളി പരിപാടിയായിനി ഇതല്ല. രതീഷും മോളും അല്ലേ? അടിപൊളിയായി. അവര് മാത്രല്ലല്ലേ വന്നവര് എല്ലാം, എല്ലാരും അടിപൊളി. രതീഷേട്ടനും മോളും പിന്നെ ഓൾറെഡി ഫേമസ് ആണെന്ന് വിചാരിക്കാം. അതെ, അമ്മക്ക് ഓൾറെഡി പരിചയമില്ലാന്ന്. അമ്മേന്റെ സ്കൂളിലെല്ലാം പരിപാടിക്കെല്ലാം വന്നിട്ട് അതിന് മുന്നേയും വല്ല പരിചയമുണ്ട്. എല്ലാരും വന്ന ഒരു ട്രൂപ്പ് മൊത്തം നല്ല സൂപ്പറായിട്ട് അടിപൊളിയായി. എന്തായാലും ഇരുന്നവർക്ക് നഷ്ടാവൂല, അത്രയും നേരം ഇരുന്ന്. നല്ല ഫുള്ള് അത്രയും നേരം തുടക്കം ഒടുക്കം വരെ അത്രയും ആൾക്കാരുണ്ടായിന്. ഞാൻ വെച്ചാൽ വർക്കിംഗ് ഡേ അല്ല, അടുത്ത ദിവസം വർക്കിംഗ് ഡേ എല്ലാം ആയതുകൊണ്ട് ചിലപ്പോ എല്ലാരും പോവൂലേ. നമ്മന്റെ സ്പെഷ്യല് ഉരുളക്കിഴങ്ങ് വറവ് മെഴുക്ക് വരട്ടിയാ, പൊരിയലെന്ന് പറയാം, പൊരിച്ചെടുക്കുന്നതാണ് ഇതും
എന്നാ മോര് കറി അല്ലേ? മോര് കറി. നമ്മള് ഇന്നലെ ഒരു 10 മണിയാകുമ്പോ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിനെ. 11 മണി വരെ ഉണ്ടായിട്ട് പോലും. സായിമേലെ 11 മണിയാകുമ്പോ വരുമ്പോഴേക്ക് ഏകദേശം ലാസ്റ്റ് സോങ് പോലും ചെയിൻ സോങ് അതിനെന്ന് പറഞ്ഞു. നിലവിൽ നിച്ചുവിന് ഉറക്കെല്ലാം വന്ന് മാളൂനും എല്ലാം ഉറക്കം വന്നോണ്ട് പിന്നെ നമ്മള് വേഗം വന്നു. അപ്പൊ അതുവരെ ഒരു 10 പാട്ട് കേട്ടിട്ടുണ്ടാവും നമ്മള്. 10 ഞാൻ ഏകദേശം എണ്ണിയപ്പോ 10 പാട്ട് കിട്ടീനി. 10-15 പാട്ട് കേട്ടിട്ടുണ്ടാവും. അതെ, ഞാനും ആദ്യമായിട്ടല്ലേ. നമ്മൾ ടിവിയിൽ കാണുന്ന സ്റ്റാർ സിംഗറിലെല്ലാം മോളുണ്ടായപ്പോ കണ്ടിട്ടുണ്ട്. പക്ഷെ ലൈവായിട്ട് കാണുന്ന ആദ്യമായിട്ടാണ്. നല്ല മെച്ചുവേർഡായിട്ട് സംസാരവും പാട്ടും എല്ലാം അടിപൊളി. അതിനോടുകൂടി കലാശക്കൊട്ട് വേണ്ടതിനാണ് ശരിക്കും ഇന്നലെ. പക്ഷെ നിച്ചുവിന്റെ പരിപാടി 3 ദിവസം മുന്നേ വേണ്ടുന്നത്. അതിന്റെ നമ്മളെ പന്തല് പൊട്ടി വീണുപോയി ഒരു ദിവസം രാത്രിക്ക്. അപ്പൊ അടുത്ത ദിവസത്തെ പരിപാടി മൊത്തം ലാസ്റ്റ് വീണ്ടും ഷിഫ്റ്റ് ചെയ്തു. അതുകൊണ്ട് ഇന്ന് നിച്ചുട്ടിന്റെ പരിപാടി അംഗനവാടി കലോത്സവവും രാത്രി ഒരു പരിപാടിയോട് കൂടിയിട്ടാണ് നമ്മുടെ ഈ വർഷത്തെ ഗ്രാമോത്സവത്തിന്റെ അവസാനം. അങ്ങനെ നിച്ചുട്ടിൻ്റെ ഡാൻസിൻ്റെ സമയം ആവാനായി മേക്കപ്പ് ഒക്കെ ചെയ്യാൻ പോകണമല്ലോ. അപ്പം ഞാനും നിച്ചുട്ടിയും വേഗം ഫുഡ് കഴിച്ചിട്ട് റെഡിയായി പോകാൻ വേണ്ടിയിട്ട് കമ്മൽ അയച്ച് വെക്കണം എന്നുള്ള കാര്യം അപ്പാണ് ഓർമ്മ വന്നത്. സ്വർണ്ണത്തിൻ്റെ കമ്മലെല്ലാം ഇട്ടിട്ടുണ്ടായി. പിന്നെ അവിടെ പോയിട്ട് അയച്ച് എവിടെയെങ്കിലും ബാഗിലെല്ലാം ആക്കിയിട്ട് വെക്കണ്ടേ. അതുകൊണ്ട് വീട്ടിൽ നിന്ന് തന്നെ അയച്ച് വെച്ച് വേറെ കമ്മലെല്ലാം ഇട്ടിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഉച്ചയായതുകൊണ്ട് എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായതിന് ഉറക്കം വരുമോ എന്നല്ല. എന്നാലും വലിയ കുഴപ്പമില്ല. ഒന്ന് മേലെല്ലാം കഴുകിച്ച് ഫ്രഷ് ആക്കിയപ്പം നിച്ചുട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഫുഡെല്ലാം കഴിച്ചിട്ട് ഇറങ്ങി. ഇവിടെ ഫുഡ് ഉണ്ട്, പക്ഷെ നമ്മള് വീട്ടിൽ നിന്ന് തന്നെ കഴിച്ചു. ഇവിടെ വന്നിട്ട് പിന്നെ തിരക്കായിരിക്കും അല്ലേ. നിച്ചുട്ടി ഡാൻസ് കളിക്കാൻ റെഡിയായ? നിച്ചുട്ടിക്ക് ഇന്നലെയും മിനിയാന്നും പരിപാടിക്കെല്ലാം പോയി. പിന്നെ ചൂടും എല്ലാം ആയിട്ട് ചുമയെല്ലാം പിടിച്ചിട്ടുണ്ടേ. നല്ല പ്രശ്നമില്ല, നമ്മൾ അടിപൊളിയായിട്ട് കളിക്കും. കുഞ്ഞുമക്കൊക്കെ ഒന്നും സുഖമില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു ടീച്ചർ. നമ്മളെ ഇപ്പം പോകുന്നുള്ളൂ. ഇനി മേക്കപ്പ് എല്ലാം ചെയ്യുമ്പോഴേക്ക് ബാക്കി എല്ലാരും കൂടെ വന്നാൽ മതിയല്ല. വെറുതെ വന്നിട്ട് ഇവിടെ ചൂടിന് ഇരിക്കേണ്ടല്ല. അതുകൊണ്ട് നമ്മളിതാ പഞ്ചായത്ത് എത്തിയിട്ടുണ്ട്. ഇറങ്ങിയിട്ട് അങ്ങോട്ടേക്ക് പോട്ടെ. അവിടെ എത്തി വണ്ടിയെല്ലാം പാർക്ക് ചെയ്തിട്ട് അപ്പോഴേക്ക് ബ്രേക്കാണ് കേട്ടോ ഉണ്ടായ, ലഞ്ച് ബ്രേക്ക്. അവിടെ ഫുഡെല്ലാം കൊടുക്കുന്നുണ്ട് കുഞ്ഞുമക്കൾക്കും പോയവർക്കും എല്ലാവർക്കും. അപ്പം നമ്മൾ പിന്നെ ഓൾറെഡി വീട്ടിൽ നിന്ന് കഴിച്ചുകൊണ്ട് പിന്നെ അവിടെ നിന്ന് കഴിക്കേണ്ടി വന്നിട്ടില്ല. അപ്പം നമ്മൾ ടീച്ചറെല്ലാം ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായി. അപ്പോൾ കാത്തു നിൽക്കുമെന്ന് സ്റ്റേജെല്ലാം കണ്ട് ഒന്ന് പരിചയമാവട്ടെ നിച്ചുട്ടിക്ക് ഓഡിയൻസിനെല്ലാം എന്ന് വെച്ചു. പെട്ടെന്ന് കളിക്കുന്നതിനേക്കാളും ഒന്ന് സെറ്റ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിടെ ഇരുന്നു. ഇതെന്റെ ഫ്രണ്ട്സ് ആണ്. ഇവാന് ചീനിഹാരിക്കും പിന്നെ സിനഹാരിക്കും എൻ്റെ ചേച്ചി. അപ്പോൾ ഫ്രണ്ട്സിനെ കിട്ടിയപ്പോൾ നിച്ചുട്ടി ഭയങ്കര ഹാപ്പി ആയി. നിച്ചുട്ടിയുടെ ഫ്രണ്ട്സ് എല്ലാവരും സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഗ്രൂപ്പ് സോങ് ഉണ്ട് അതിന് മുന്നേ, ഡാൻസിന് മുന്നേ ഒക്കെ ആയിട്ട്. അതിനുശേഷം പിന്നെ അവിടുന്ന് ഒരു ഫ്രണ്ടിനെ കിട്ടിയ. ഇവർ നമ്മളെ വീട്ടിൽ പണ്ട് വന്നതാണ്, നമ്മുടെ സബ്സ്ക്രൈബറാണ്. പിന്നെ അമ്മക്ക് ഓൾറെഡി മുന്നേ പരിചയമുള്ളതാണ് അവരുടെ മോള്. അപ്പം മോള് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിനെ. അപ്പം ആ ഒരു പരിചയത്തിൽ നിച്ചുട്ടിനെ ഭയങ്കര ഇഷ്ടമാണ് പോലും. വീഡിയോസ് എല്ലാം കാണും, ഓടി വന്നിട്ട് കുറച്ച് നേരം ഇങ്ങനെ കളിച്ചു കേട്ടോ. പിന്നെ ഗ്രൂപ്പ് സോങ് തുടങ്ങി. കുഞ്ഞുമക്കളെ നല്ല രസമുണ്ടായിരുന്നു, കോമഡി ആയിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഈ കുഞ്ഞുമക്കൾ പാട്ട് പാടുമ്പോൾ എല്ലാം അതിൻ്റെ ഇടയ്ക്ക് എന്തെല്ലോ കളിക്കൂല്ലേ ചിലപ്പം. അത് കാണാനാണ് ശരിക്കും പറഞ്ഞാൽ രസം. നീറ്റായിട്ട് പാടുന്നതിനേക്കാളും അതിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ട് നടക്കും. ചില ഗ്രൂപ്പ് സോങ്ങിലെല്ലാം ഉണ്ടായിനെ നടന്ന് പോയിട്ട് മൈക്കിൻ്റെ മുമ്പ് പോയിട്ട് അവിടെയുള്ള ആളെ തള്ളിയിട്ടിട്ട് പാട്ട് പാടുന്നു. അതെല്ലാം കാണാൻ നല്ല രസമുണ്ടായിന്. പിന്നെ നമ്മൾ അംഗൻവാടീൻ്റെ ഗ്രൂപ്പ് സോങ്ങും ഉണ്ടായിന്. ടീച്ചർ സൈഡിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മേക്കപ്പിൻ്റെ അടുത്തേക്ക് പോയേ. അപ്പോഴേക്ക് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അവിടെ. പിന്നെ നമ്മുടെ അംഗൻവാടിയിലെ മോളാണ് ഇത്, യാഗ്നികേൻ്റെ സിംഗിൾ ഡാൻസ് ഉണ്ടായിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോസ്റ്റ്യൂമെല്ലാം ഇട്ട് മേക്കപ്പൊക്കെ ചെയ്ത് റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിന് കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ കുറേ നേരം ഇങ്ങനെ മേക്കപ്പെല്ലാം ഇട്ട് നിൽക്കുമ്പോൾ പിള്ളേർക്ക് മുഷിയല്ലോ. മോള് കുറേ നേരമായിട്ട് ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ സിംഗിൾ ഡാൻസ് കഴിഞ്ഞിട്ട് വേണം ഇനി നമ്മുടെ ഗ്രൂപ്പ് ഡാൻസ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ സിംഗിൾ ഡാൻസിൻ്റെ ഒക്കെ മേക്കപ്പ് കഴിഞ്ഞിട്ടേ നമ്മുടേത് മേക്കപ്പ് തുടങ്ങുള്ളൂ. ഉച്ചക്കേ പോയിട്ട് നമ്മളെ മേക്കപ്പ് തുടങ്ങാൻ വേണ്ടി 3 മണി 4 മണിയെല്ലാം ആയിട്ട്. ആ പിള്ളേരെല്ലാം അപ്പോഴേക്ക് മുഷിഞ്ഞിട്ടുണ്ടായിന്. നിച്ചുട്ടിക്ക് അതൊക്കെ നല്ല ചുമയും ഉണ്ടായതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. പാവം ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഇങ്ങനെ വെന്ത് വേർത്ത് എന്തോ അവസ്ഥയായിട്ട് അതിൻ്റെ ഉള്ളിൽ ഭയങ്കര റഷുമായിട്ട്. ഇത്രയും മക്കൾക്ക് 23 അംഗൻവാടി ഉണ്ട്. അപ്പം അത്രയും മക്കൾക്ക് മേക്കപ്പ് ചെയ്യണ്ടേ. അങ്ങനെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ തന്നെ ചെയ്യാമെന്ന് ആദ്യം വിചാരിച്ചു. പിന്നെ വെച്ച് ഇവർക്കൊരു എക്സ്പീരിയൻസ് അല്ലേ, ആദ്യമായിട്ടല്ലേ മേക്കപ്പ് പുറത്തുനിന്നൊക്കെ ചെയ്തിട്ട്. നിച്ചുട്ടിയാന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ടായിന്. അവർ സ്പീഡിലല്ല ചെയ്യുന്നവേ, വേഗം ചെയ്ത് വിടാൻ വേണ്ടിയിട്ട്. എന്നാലും മോളെ ഇങ്ങനെ ആദ്യമായിട്ട് മേക്കപ്പെല്ലാം ഇട്ടിട്ട് ഇങ്ങനെ കയറുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഇതിന് മുന്നേ ഉണ്ടായ 2 ഡാൻസിനും നമ്മൾ തന്നെ മേക്കപ്പ് ചെയ്തിട്ട് അങ്ങനെ കയറ്റുവാൻ ചെയ്തത്, തട്ടിക്കൂട്ടും മേക്കപ്പ്. അപ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റ് ചെയ്യുമ്പോൾ എന്തായാലും അതിൻ്റെതായ ഡിഫറൻസ് കാണാനും കുഞ്ഞുമക്കളുടെ മുഖത്തെല്ലാം ഉണ്ടാവുമല്ലോ അവരുടെ പ്രൊഡക്ട്സ് എല്ലാം വെച്ചിട്ട്.
അപ്പോൾ ഭയങ്കര സന്തോഷമായി. കണ്ണെഴുതാൻ നിച്ചൂട്ടി വിടൂല എന്ന് പോമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മ എൻ്റെ കണ്ണെഴുതാൻ പാടില്ല എന്ന്. അതുകൊണ്ട് പിന്നെ നിർബന്ധിച്ചിട്ടില്ല കേട്ടോ. പുരികം വരച്ച് കണ്ണിന് ജസ്റ്റ് വാല് മാത്രം വരച്ചു കൊടുത്ത്. അപ്പം ഓക്കെ, നിച്ചൂട്ടി അധികം ശീലമില്ല കണ്ണെഴുതിയിട്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ ശീലാക്കിയിട്ട് ഒന്ന് സെറ്റാക്കണം അടുത്ത ഡാൻസ് എല്ലാം ആകുമ്പോഴേക്കും. വീട്ടിൽ നിന്ന് ജസ്റ്റ് എഴുതി കൊടുത്തിട്ട് ഉള്ളിൽ എഴുതാണ്ട് പുറത്ത് മാത്രം എഴുതിയാൽ മതിയല്ല. അങ്ങനെ സെറ്റാക്കണം. നമ്മളിങ്ങനെ ഓമനിച്ച് തലോലിച്ചിട്ടല്ലേ ഓരോ കാര്യം ചെയ്തു കൊടുക്കുക. പൗഡർ ഇട്ട് കൊടുക്കലും പൊട്ടിട്ട് കൊടുക്കലും. അവരാകുമ്പോൾ പിന്നെ എത്രയോ വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരല്ലേ. അപ്പോൾ അവർ ചടപടാ ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് തന്നെ ടെൻഷൻ ആവുന്നു. അയ്യോ എല്ലാം എന്നുള്ള രീതിക്ക് ടെൻഷൻ ആവുന്നുണ്ടായിന്. പക്ഷെ അവർക്ക് മടുപ്പ് പിടിച്ചിട്ട് എപ്പോൾ തുടങ്ങിയതാണ്. ഒരു 250-300 പിള്ളേരോളെയാണ് ഇങ്ങനെ ചടപടയെന്ന് പറഞ്ഞിട്ട് ആ ഒരു സമയത്തിനുള്ളിൽ മേക്കപ്പ് ചെയ്തിട്ട് വിട്ടത്. വേദിയിൽ വൈസ ഫാത്തിമ ആൻഡ് ടീം അവതരിപ്പിക്കുന്ന ഗ്രൂപ്പ് ഡാൻസ്. കട്ടലിപ്പള്ളി 2 അംഗൻവാടിയിലെ കുട്ടികളാണ് വേദിയിൽ. മേക്കപ്പ് എല്ലാം ചെയ്യുമ്പോഴേക്കും അവരെ ലുക്കേ മാറിയിട്ട് ആ ഡ്രസ്സിനനുസരിച്ച് മേക്കപ്പും പൊട്ടും എല്ലാം തൊടുമ്പോഴേക്ക് ലാസ്റ്റ് ആകുമ്പോഴേക്ക് അടിപൊളിയായി അവരെ ലുക്കേ മാറിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കാത്തു നിന്നത് വെറുതെ ആയില്ല എന്ന് തോന്നി. കുറേ നേരം നമ്മൾ ടീച്ചറോട് ഞാൻ പോയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തായാലും നമുക്ക് തന്നെ ചെയ്താലോ എന്നല്ല. അങ്ങനെ നിൽക്കാൻ പറ്റുന്നില്ല. ഒന്നാമത് എൻ്റെ ഈ ഒരു അവസ്ഥയും കൂടെ ആയതുകൊണ്ട് തീരെ പറ്റുന്നില്ല എന്നുള്ള സിറ്റുവേഷനാണ്. പക്ഷെ ലാസ്റ്റ് ചെയ്ത് വന്നപ്പോഴേക്കും ഹാപ്പിയായി. മൊത്തം മേക്കപ്പ് എല്ലാം കഴിയുമ്പോഴേക്ക് ഇനി ബാക്കി ഓർണമെൻറ്റ്സ് എല്ലാം ഇടണം. കമ്മലും മാലയും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം സെറ്റാക്കണം. നിച്ചൂട്ടിൻ്റെ ഡാൻസ് ഇപ്പോൾ കണ്ടിന്യൂസ് ആയില്ലേ. കണ്ടിന്യൂസ് ആയിട്ടാണ് പരിപാടി ഉണ്ടായത്. അതുകൊണ്ടാണ് ഡാൻസിൻ്റെ വീഡിയോ ഇടയ്ക്കിടയ്ക്ക് കേട്ടോ. ഇതും കൂടി ആയാലും കഴിഞ്ഞു. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ അറിയില്ല. എന്നാലും നിച്ചൂട്ടിനെ ഇഷ്ടപ്പെടുന്ന കുറേ ഫ്രണ്ട്സും ചേച്ചിമാരും ഏട്ടന്മാരും അനിയന്മാരും അനിയത്തിമാരും എല്ലാം ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ നിച്ചൂട്ടിൻ്റെ വീഡിയോസ് കാണാൻ ഇഷ്ടമാണെന്ന് പറയലുണ്ടേ. അതുകൊണ്ടാണ് എല്ലാ ഡാൻസിൻ്റെ വീഡിയോസും വ്ളോഗാക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ മാലയും കമ്മലെല്ലാം ഇട്ടു. എനിക്ക് ചിലങ്ക കെട്ടി കൊടുക്കണം. അപ്പോൾ എൻ്റെ മടിയിൽ ഇരുന്നിട്ട് ചിലങ്ക കെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കി. പക്ഷേ ശരിക്കും ഏല് കിട്ടുന്നില്ല എനിക്ക്. അങ്ങനെ മുളി പിടിച്ചിട്ട് കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ഏലാവുന്നില്ല. അപ്പം ഫസ്റ്റായിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ മോള് ചിലങ്ക കെട്ടിയിട്ട് ഡാൻസ് കളിക്കാൻ പോകുന്നത്. അതിൻ്റെ ഒരു സന്തോഷവും എക്സൈറ്റ്മെൻറ്റും എല്ലാം എനിക്കുണ്ട്. ഇവാനീൻ്റെ അമ്മയാണ് ഇവരെ ഡാൻസ് പഠിപ്പിച്ചത്, അഞ്ജു. അപ്പോൾ ഏതായാലും അഞ്ജു ആണല്ലോ ഇവരെ ഡാൻസ് ടീച്ചർ. അപ്പോൾ ഡാൻസ് ടീച്ചർ തന്നെ കെട്ടിക്കൊടുത്തോ ആദ്യമായിട്ട് എന്ന് പറഞ്ഞിട്ട് അഞ്ജുവിനെ കൊണ്ട് തന്നെയാണ് കേട്ടോ കെട്ടിപ്പിച്ചത്. അപ്പോൾ 2 കാലിനും സെറ്റായിട്ട് ചിലങ്കയെല്ലാം കെട്ടിയിട്ടുണ്ട്. ചിലങ്കയെല്ലാം ഉണ്ട് എന്ന് ഞാൻ വീട്ടിൽ നിന്ന് പോകുമ്പോഴേ പറഞ്ഞതുകൊണ്ട് നിച്ചൂട്ടിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. അതിന് ആദ്യമായിട്ടല്ല ചിലങ്കയെല്ലാം കെട്ടി കളിക്കാൻ പോകുന്നത്. അതിൻ്റെ ഫോട്ടോ എല്ലാം കാണിച്ചു കൊടുത്തു. വേറെ കുട്ടികൾ ചിലങ്ക ഇട്ടിട്ട് കളിക്കുന്ന ഡാൻസ് എല്ലാം ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ്. കെട്ടിക്കൊടുക്കാനുള്ള വൃത്തി കാണിച്ചു കൊടുത്ത് എല്ലാം സെറ്റായിട്ടുണ്ട്. ഫുള്ള് റെഡി ആയിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസെല്ലാം എടുക്കാം മക്കളെ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. പിന്നെ ആൻറ്റീൻ്റെ ടീച്ചറേയും കൂടെ എടുത്തു. ഇതാണ് ഇവർ ടീച്ചറും ആൻറ്റിയും, സിന്ധ്യേച്ചി ഷൈമ ടീച്ചറും. അപ്പോൾ അവരുടെ കൂടെയുള്ള ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തിട്ട് സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഫുള്ള് റെഡി ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ചെസ്റ്റ് നമ്പർ കിട്ടൂ കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് എടുക്കുമ്പോഴേക്ക് 15ാമത്തെ ഡാൻസാണ് നമ്മളത്. അതുവരെ പിള്ളേർ പിന്നെ ഒരേ ഓടിക്കളിയാണ്, പിന്നെ വീഴുമെന്നുള്ള ടെൻഷനായി. അപ്പോൾ ഏകദേശം നമ്മളെ ഡാൻസിൻ്റെ സമയമായപ്പോഴേക്ക് ഇതാ സ്റ്റേജിലേക്ക് കയറിയിട്ടുണ്ട്. അത് ടീച്ചർ എല്ലാവരെയും നിർത്തി സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മളെല്ലാവരും മുന്നിൽ പോയി മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ട്. അവരെല്ലാവരും റെഡിയായി ഇനി കളിക്കാൻ പോവാന്ന്. കുട്ടികൾ എല്ലാ മക്കളും നല്ല അടിപൊളിയായിട്ട് കളിച്ചിന് കേട്ടോ. നമ്മൾ ശരിക്കും പ്രതീക്ഷിച്ചതിനേക്കാളും അടിപൊളിയായിട്ട് കളിച്ചിന്. ഇപ്പം 3 ഡാൻസ് ഇത് സ്റ്റേജ് കയറി എക്സ്പീരിയൻസും ആയല്ലോ അവർക്ക്. അവിടെ നല്ല രസമുണ്ടായിരുന്നു കളിക്കുന്നതെല്ലാം കാണാൻ വേണ്ടിയിട്ട്. ആ ലൈറ്റിങ്ങും കാര്യങ്ങളും വലിയ സ്റ്റേജും എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ നല്ല രസമുണ്ടായിനി. ഫുൾ വീഡിയോ ഞാൻ ഇതിനകത്ത് കൊടുക്കുന്നില്ല, കോപ്പിറൈറ്റ് വരുമോ എന്നും അറിയില്ലേ. കുറച്ച് പോർഷൻ മാത്രമായിട്ടാണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഒരു 6 മണി ഒക്കെ കഴിഞ്ഞ് ഒരു 6:15 ആ ഒരു സമയമാകുമ്പോഴേക്കാണ് വന്നിട്ട് ഇവർ ഡാൻസ് ഉണ്ടായത്.
അത് കഴിഞ്ഞിട്ട് കുറേ കുഞ്ഞുമക്കളത് ഉണ്ടായിനെ. അപ്പോൾ ഇവരെ ഡാൻസ് കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് നമ്മൾ പുറത്തേക്ക് വന്നു. അപ്പോഴേക്കും ഏട്ടനും ചേച്ചിയെല്ലാം പോകാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് തന്നെയാണ് പരിപാടി കാണാൻ വന്നത്. ഉച്ചക്ക് 1 മണിയാകുമ്പോൾ വന്നതല്ലേ, വേഗാവും എന്ന് വിചാരിച്ചിട്ട്. അപ്പം അങ്ങനെ ഇരുന്നിരുന്ന് വൈകിയാണ്. ഇവർക്ക് അങ്ങ് എത്തും വേണം. നാളെ പൊന്നിന് ക്ലാസ് ഉണ്ട്, അതുകൊണ്ട് ഇന്ന് തന്നെ പോവും വേണം. എന്തായാലും ഏട്ടനും പണിക്ക് പോകണം. അതുകൊണ്ട് അവർ പോകുന്നതെന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ ഇറങ്ങുകയും ചെയ്തു. നമ്മളും നേരെ വീട്ടിലേക്ക് പോവുകയാണ്. സമ്മാനദാനമൊക്കെ ഉണ്ട്, സമ്മാനം കൊടുക്കുന്നുണ്ട്. പക്ഷെ കുറേ നേരം കൂടെ വെയിറ്റ് ചെയ്യണം. എൻ്റെ കപ്പാസിറ്റി മൊത്തം കഴിഞ്ഞിട്ടുണ്ട് അതിന് ആ സമയമാകുമ്പോഴേക്ക്. അപ്പോൾ സമ്മാനം എല്ലാം ടീച്ചർ മേടിക്കും. അത് കഴിഞ്ഞിട്ട് ഇനി അംഗൻവാടിയിൽ നെക്സ്റ്റ് ഡേ പോകുന്ന സമയത്ത് മേടിച്ചാൽ മതിയല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.